ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളിന്ന് ചാവക്കാട് കടപ്പുറത്തേക്ക് പോവാണ് കേട്ടോ. ഞങ്ങളുടെ അവിടെ നിന്ന് കുറച്ചുള്ളൂ. അപ്പോൾ ഞങ്ങൾ ചാവക്കാട് കടപ്പുറത്തേക്ക് പോവാണ് കേട്ടോ. ഇതാണ് പാവട്ടി പള്ളി. ഞങ്ങളുടെ വീട് ചിറ്റാറ്റുകരയാണ്. ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെയാണ് പാവട്ടി പള്ളി. അപ്പോൾ പെരുന്നാൾ കഴിഞ്ഞുള്ളൂ. പെരുന്നാളിൻ്റെ ഇതാണ് കാണുന്നത് കേട്ടോ. ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഞങ്ങളുടെ പ്രത്യേകതയും കൂടി ഉണ്ട്. ഇന്ന് ഞാൻ എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിയും കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ആഘോഷമായിട്ടാണ് ഞങ്ങൾ പോകുന്നത്, യാത്രയ്ക്ക് പോകുന്നത്. ഇതാണ് പാലയൂർ പള്ളി. അത് ഞങ്ങളുടെ ഇത് പാട്ട് കഴിഞ്ഞാൽ പിന്നെ പാലയൂർ പള്ളിയാണ്. പാലയൂർ പള്ളി കാണിച്ചു തന്നു മാത്രമേ ഉള്ളൂ. ഇതാണ് പാലയൂർ പള്ളി. അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര ചെയ്യാണ്. എൻ്റെ കൂടെ ഞങ്ങൾ 4 പേരാണുള്ളത്. ഞങ്ങൾ വണ്ടിയിലാണ് പോകുന്നത്. കുറച്ചുകൂടി കഴിഞ്ഞാൽ കുറച്ച് വഴിയുള്ളൂ ഞങ്ങളുടെ അവിടെ നിന്ന്. കുറച്ചുകൂടി കഴിഞ്ഞാൽ ചാവക്കാട് ബീച്ചിലേക്ക് ഞങ്ങൾ എത്തും. ഇതിപ്പോൾ എൻ്റെ മോള് കണ്ണടച്ചിരിക്കുകയാണ്. ഇപ്പോൾ വീഡിയോ എടുക്കണം കണ്ടപ്പോൾ കണ്ണടച്ചിട്ട് കണ്ണ് തുറക്കണം. അങ്ങനെ ഞങ്ങൾ ചാവക്കാട് കടപ്പുറം എത്തി. ഇതാണ് ചാവക്കാട് കടപ്പുറം. നല്ല ഭംഗിയുള്ളൊരു കടപ്പുറം. ഞങ്ങൾ എത്തുമ്പോഴേക്കും 5 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും സൂര്യനൊക്കെ ഇങ്ങനെ അസ്തമിക്കാറായിട്ട് അതിൻ്റെ എന്തൊരു ഭംഗിയാന്ന് നോക്ക്. നല്ല ഭംഗിയില്ലേ കാണാൻ? അതാണ് നല്ല ഭംഗിയിൽ കടൽ തീരം എപ്പോഴും ഉണ്ട്. അത് കുറേ നേരം ഞങ്ങളിങ്ങനെ നോക്കി നിന്നു. നല്ല കാറ്റാണ്, നല്ല ചൂടാനുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ കടലിൽ നിന്ന് വരുന്ന കാറ്റ് എന്തൊരു രസമായിരുന്നു എന്നറിയോ. അങ്ങനെ ഞങ്ങളിങ്ങനെ നോക്കിയിരുന്നപ്പോൾ ഒരു ബോട്ട് മീനൊക്കെ കൊണ്ടുവന്നു, വഞ്ചി. ആ മീൻ ഇങ്ങനെ അവർ ആൾക്കാരൊക്കെ കൂടി ഇങ്ങനെ കരയ്ക്ക് കയറ്റാണ്. അപ്പോൾ ഒരു ട്രാക്ടറൊക്കെ വന്നിട്ടാണ് അതിനെ വലിച്ച് കയറ്റുന്നത്. അത് കണ്ട് കുറച്ച് നേരം നിന്നു. നല്ല രസമായിരുന്നു അത് കാണാൻ. അവരെല്ലാവരും കൂടി സന്തോഷത്തിലാണ് വന്നത്. ഞങ്ങൾ മീനൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ മീൻ കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് എല്ലാവരും. അങ്ങനെ അത് കുറച്ച് നേരം അത് കണ്ടു നിന്നു. നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ. അങ്ങനെ ഞങ്ങളിങ്ങനെ കണ്ട് വീണ്ടും 2-3 വഞ്ചികൾ അങ്ങനെ കയറി വന്നു. അപ്പോൾ ഞങ്ങളത് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആൾക്കാരൊക്കെ അത് കാണാൻ വേണ്ടി ആ ഭാഗത്തേക്ക് വരുന്നുണ്ട്. നല്ല രസമുണ്ടായിരുന്നു അത് കാണാനായിട്ട്. പിന്നെ മോള് മണ്ണിൽ കളിക്കുകയാണ്. അവളിങ്ങനെ മണ്ണ് വാരുന്നു, താഴേക്കിടുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറേ നാൾക്ക് ശേഷം ഞങ്ങൾ ചാവക്കാട് കടപ്പുറം. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മീൻ മേടിക്കാനൊക്കെ വരും. ഇപ്പോൾ കുറവാണ് വരൽ. അപ്പോൾ അവൾ കണ്ടപ്പോൾ എക്സൈറ്റ്മെൻറ്റിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. പിന്നെ അത് ഇപ്പോൾ അവിടെ സ്പീഡ് ബോട്ടുണ്ട്. സ്പീഡ് ബോട്ടിൽ കയറി കഴിഞ്ഞിട്ട് അവരിങ്ങനെ കടലിൽ കൂടെ ഇങ്ങനെ കുറേ ദൂരം നട്ടിക്കും. അങ്ങനെ കുറേ പേര് സ്പീഡ് ബോട്ടിൽ ഇങ്ങനെ കയറാൻ നിൽക്കുകയാണ്. നല്ല രസമുണ്ടായിരുന്നു അത് കാണാനായിട്ട്. എല്ലാവരും ഇങ്ങനെ കയറിയിട്ട് അതിങ്ങനെ സ്പീഡിൽ പോണതാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരം ഞങ്ങളത് നോക്കി നിൽക്കുക. പിന്നെ അവിടെ ഇപ്പോൾ അവധിക്കായൊക്കെ കാരണം തോന്നുന്നുണ്ട് നല്ല ഇതൊക്കെ വന്നിട്ടുണ്ട്. കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഊഞ്ഞാലുകൾ, നമ്മുടെ യന്ത്ര ഊഞ്ഞാൽ, ഇതൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ പിന്നെ ട്രെയിൻ, പിന്നെ ഒരു പാർക്കുണ്ട് അവിടെ ഓൾറെഡി. അതിൽ ഞങ്ങൾ പോകുമ്പോൾ പാർക്കിൽ കയറാറുണ്ട്. അപ്പോൾ പിള്ളേർക്ക് പാർക്കിൽ കയറാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവരെ ഞങ്ങൾ ഇങ്ങനെ പാർക്കിൽ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ പോരുന്നില്ല, അതിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക പാർക്കിൽ. ഭയങ്കര ഇഷ്ടമായി അവർക്ക്. പാർക്കെന്ന് വെച്ചാൽ എപ്പോഴും പാർക്കിൽ കളിക്കണം എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കാൻ 2 മക്കളും. പിന്നെ ഞങ്ങൾ ഒരു ഹോട്ടലിലേക്ക് വന്നു. അറേബ്യൻ ഫുഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലാണ്. ഞങ്ങളുടെ പാവട്ടിയിലുള്ള ഹോട്ടലാണ്. അവിടെ വന്ന് ഞങ്ങളൊരു മന്തി ഓർഡർ ചെയ്തു. മന്തി അങ്ങനെ കഴിച്ചു. നല്ല രസമുണ്ട്.